ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സുനിൽ ഛേത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അതായത് ലീഗിൻ്റെ ഒരു അൺസർട്ടനിറ്റി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് വന്നപ്പോഴത്തേക്കും അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ആ പ്രതികരണത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥ ഒരു കൺസേൺ ഉണർത്തുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതല്ലാണ്ട് ഞാൻ അത് മുഴുവൻ വായിക്കുന്നൊന്നുമില്ല, അതാണ് അതിൻ്റെ ഒരു ഉള്ളടക്കമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഫുട്ബോൾ പ്ലേയേഴ്സും അല്ലെങ്കിൽ ആരാധകരായിട്ടുള്ളവരും ഒക്കെ നമുക്ക് ISL ഉടനെ തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം, ഈ ഒരു അൺസർട്ടനിറ്റി മാറുമെന്ന് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്നൊരു കാര്യം ഒരുപക്ഷെ ഒരു അൺപോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരിക്കാം, പക്ഷെ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ചിലപ്പം ഇത് പറയുന്നതിൻ്റെ പേരിൽ സുനിൽ ഛേത്രി വിരോധിയാക്കിയേക്കാം, കുഴപ്പമില്ല. ഈ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു കൺസേൺ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് ഇപ്പോൾ മാത്രമാണോ? എത്ര നാളുകളായി അങ്ങനെ ഒരു കൺസേൺ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു? നമ്മുടെ നാഷണൽ ടീം മര്യാദയ്ക്കൊന്ന് പെർഫോം ചെയ്തിട്ട് എത്ര നാളുകളായി എന്നുള്ളൊരു നമുക്ക് ഫാക്ടറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പല ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഏഷ്യൻ കപ്പിൽ ആദ്യ റൗണ്ടിൽ പുറത്താകുന്നു, ഒരു മത്സരം പോലും വിജയിക്കാതെ, ഒരു പോയിന്റ് പോലും നേടാതെ. അതുപോലെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ 18 ടീമുകളാക്കി കൂട്ടിയിട്ടും നമുക്ക് 3-ാം റൗണ്ട് കളിക്കാൻ കഴിയുന്നില്ല. ഇതാ AFC ഏഷ്യൻ കപ്പിൻ്റെ ആദ്യത്തെ 2 മത്സരങ്ങളിലും വിജയിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് റാങ്കിങ്ങിലൊക്കെ ഒരുപാട് പുറകിലുള്ള ടീമുകളോട് പോലും വിജയിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനത്തെയൊക്കെ സാഹചര്യം വരുന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഉള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര പ്ലേയേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലേയേഴ്സ് വിടാം, നമുക്കിപ്പം ചിലപ്പം പ്ലേയേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാഷണൽ ടീമിലൊക്കെയുള്ള സ്ഥാനം പോയേക്കാം, ഇങ്ങനെയൊക്കെയുള്ള പല ഭയങ്ങളും ഉണ്ടാകാം. പക്ഷേ സുനിൽ ഛേത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിനുള്ള ഒരു പേഴ്സണാലിറ്റി എന്താണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർഡ്സിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും അദ്ദേഹം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവസാനമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു അപേക്ഷ അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ സംസാരിക്കുന്നത് 7 കൊല്ലം മുമ്പ് ആരാധകർ ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ വരുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മത്സരത്തിൽ കുറഞ്ഞ ആരാധകരുടെ ഒരു മുമ്പിൽ വെച്ചിട്ട് ഇന്ത്യക്ക് മത്സരം കളിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. പറഞ്ഞതൊക്കെ ആരാധകർ കേട്ടിട്ടുണ്ട്. പക്ഷേ ആരാധകർക്ക് തിരിച്ചെന്താണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഈ ഒരു കൺസേൺ സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സുനിൽ ഛേത്രിയും അല്ലെ അതിൻ്റെ ഇടയിലൊക്കെ പല പ്ലെയേഴ്സും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഒരു സിറ്റുവേഷൻ വന്നു, അതായത് ലീഗ് നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഫ്യൂച്ചറിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടല്ലോ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോള് മുന്നോട്ട് പോകുന്ന ഒരു കൺസേൺ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആണെങ്കിൽ കൂടി പ്ലെയേഴ്സിന് പ്രശ്നങ്ങളില്ല. കാരണം ഇവിടെ സാലറി ഇൻഫ്ലേഷനാണ്. പ്ലെയേഴ്സിന് അവർ അർഹിക്കുന്നതിനേക്കാൾ ഇരട്ടിയോ അതിൻ്റെ 75% ഒക്കെ സാലറി കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ പ്ലെയേഴ്സ് പുറത്തേക്ക് പോകുന്നില്ല, അവർ ISL കളിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എനിക്ക് ഈ ഒരു തരത്തിൽ നിങ്ങളുമായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോള് ഇത്രമേൽ സ്നേഹിച്ചിട്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആരാധകൻ്റെ വാക്കുകളാണെന്ന് മാത്രം കണ്ടാൽ മതി. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു ഉള്ള ആളുകൾ ഒരുപാട് സംസാരിക്കണം ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി എന്നുള്ളത്. അത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവരുടെ ഒരു ലൈഫ് അൺസർട്ടനിറ്റി ആവുന്ന സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവർ സംസാരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർക്ക് എന്ത് ഹോപ്പാണ് ഇവർ കൊടുക്കുന്നതെന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു സൈനിങ് ഓഫ്.